ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ധ്യാൻ ശ്രീനിവാസിന്റെ മറ്റൊരു മലയാള ചിത്രം കൂടി ഈ വെള്ളിയാഴ്ച തിയേറ്ററിലെത്താൻ പോകുകയാണ്. എന്തെങ്കിലും ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ ചെയ്യുന്ന ഒരു ആക്ടറാണ് ഇപ്പൊ നിലവിൽ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ. എന്തൊക്കെയാലും പ്രതീക്ഷ നൽകുന്ന ചിത്രങ്ങളൊക്കെ തന്നെയായിരിക്കും വരുന്നതെങ്കിലും അതിൽ വിരലിലെണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രമാണ് സക്സസ് ആയിട്ട് മാറുന്നത്. എന്തൊക്കെയാലും പ്രതീക്ഷ നൽകുന്ന മറ്റൊരു ചിത്രമായിട്ട് ഇന്ന് എത്തിയിരിക്കുകയാണ്. SN സ്വാമിയുടെ ഡയറക്ഷനിൽ ധ്യാൻ ശ്രീനിവാസൻ നായകനായിട്ട് സീക്രട്ട് എന്നാണ് ഈ സിനിമയുടെ പേര്. SN സ്വാമി തന്നെയാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത്. SN സ്വാമി ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്ന എന്നൊരു പ്രത്യേകത ഈ ഒരു സിനിമയ്ക്കുണ്ട്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ട്രെയിലർ തന്നെ നമുക്ക് ജസ്റ്റ് ആദ്യമേ ഒന്ന് കണ്ടു നോക്കാം. അസ്ട്രോളജി സയൻസ് ആണെന്നാണല്ലോ പറയുന്നത്. ഏത് സയൻസിനും തെറ്റും ശരിയും ഉണ്ടാവും. അയാൾ പറഞ്ഞത് പലതും ശരിയായിരുന്നു സാർ. മരണം സംഭവിക്കുന്നതിനുള്ള കാരണം മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞാലോ? നമ്മുടെ അടകിയ തമിഴ് മകനകത്തൊക്കെ പോലെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ധ്യാനിന് മുൻകൂട്ടി കാണാൻ സാധിക്കുന്ന തോന്നുന്നത്. ഹയർ ദി ഗ്രേറ്റിനകത്തും ഇതേ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കുറെ നാളുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റുമായിട്ട് വീണ്ടും ഒരു ചിത്രം വരുന്നത്. പക്ഷേ നമ്മുടെ ധ്യാന്റെ ക്യാരക്ടർ എന്താന്ന് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ കേട്ടിട്ട് നിനക്ക് പേടിയാവുന്നുണ്ടോ? സത്യത്തിൽ ഇപ്പൊ എന്റെ പേടി അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ ആത്മഹത്യ ചെയ്യും. അങ്ങനെ തോന്നുന്നതും തുടർന്ന് കാണുന്നതുമായ പല കാര്യങ്ങളും യാദൃശ്ചികമല്ല, ആക്സിഡന്റുമല്ല. ഇൻട്രസ്റ്റിംഗ് ആണ് ട്രെയിലർ കണ്ടിരിക്കാൻ. ലൈഫിൽ എന്ത് സീക്രട്ടും വിശ്വസിച്ച് അങ്ങനെ സീക്രട്ട് എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ കണ്ടതിന് ശേഷം പ്രതീക്ഷയുണ്ട്. കാരണം ഒരുപാട് എന്താ പറയുക ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിലർ തന്നെയാണ് നിലവിൽ നമുക്ക് കണ്ട ഈ ഒരു അടുത്തിറങ്ങിയിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ള ട്രെയിലർ ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. SN സ്വാമിയുടെ സ്റ്റോറി കൂടി ആയതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. അദ്ദേഹം ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്ന എന്നൊരു പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ മലയാളത്തിൽ സുപരിചിതമായിട്ടുള്ള താരങ്ങൾ രഞ്ജി പണിക്കർ, അതോടൊപ്പം തന്നെ രഞ്ജിത്ത്, പ്രമുഖ ഡയറക്ടർക്ക് വീണ്ടും അണിയറന്നിട്ടുണ്ട്. ജേക്കബ് ഗ്രിഗറിനെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു സിനിമയ്ക്കകത്തോടെ വീണ്ടും കാണുന്നത്. അതോടൊപ്പം തന്നെ കല്യാണത്തിന് ശേഷം നമ്മുടെ അപർണദാസിന്റെ മറ്റൊരു ചിത്രം, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്തെങ്കിലും പ്രതീക്ഷ നൽകുന്ന ഒരു ട്രെയിലർ തന്നെ ചിത്രത്തിന് ഒരുക്കിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഈ ഒരു സിനിമ സക്സസ് ആവുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് ഇന്നത്തെ ദിവസം ഈ ഒരു സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പോകുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ചിത്രം കണ്ടതിന് ശേഷം ചിത്രം ഇന്ന് കാണാൻ പറ്റുന്ന നേരത്തെ ചിത്രം കണ്ടതിന് ശേഷം നമ്മൾ ചിത്രത്തിന്റെ പൂർണ്ണമായിട്ടുള്ള റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ചിത്രത്തിന്റെ റിവ്യൂ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക.